അടുത്തതായി നമ്മൾ പഠിക്കുന്നത് ലിനനെക്കുറിച്ചാണ്. ലിനനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം പറയേണ്ടത് ഫ്ലാക്സ് ചെടിയാണ്. ഫ്ലാക്സ് ചെടിയുടെ തണ്ടുകൾ വെള്ളത്തിലിട്ട് പശ കളഞ്ഞ് ചതച്ചാണ് ലിനൻ നാരുകൾ ഉണ്ടാക്കുന്നത്. രണ്ടാമത്തെ പോയിൻ്റാണ് ആഗോളതലത്തിൽ ലിനൻ പ്രൊഡക്ഷനിൽ ഒന്നാമതായി നിൽക്കുന്ന രാജ്യം ഏതാണ്? സോവിയറ്റ് യൂണിയൻ. 3 എന്നിട്ട് പറയാം, ആഗോളതലത്തിൽ ലിനൻ പ്രൊഡക്ഷനിൽ ഒന്നാമതായി നിൽക്കുന്ന സോവിയറ്റ് യൂണിയനാണ്. അടുത്ത 3-ാം പോയിന്റിലോട്ട് നോക്കാം. ഫ്ലാക്സ് ഏറ്റവും കൂടുതൽ വളരുന്ന രാജ്യങ്ങൾ മധ്യ യൂറോപ്പാണ്. അതുപോലെ തന്നെ ലിനൻ ഒരു സെല്ലുലോസ് നാരാണ്. കൂടുതൽ ബലം. സസ്യനാരുകളെ വെച്ച് ഏറ്റവും കൂടുതൽ ബലമുള്ള നാരാണ് ലിനൻ. സ്കച്ചിങ്. ഫ്ലാക്സ് ചെടിയുടെ തണ്ടുകളെ ചതച്ച് അതിൽ നിന്നും തടി നീക്കം ചെയ്യുന്ന പ്രോസസ്സാണ് സ്കച്ചിങ്. സ്കച്ചിങ് ഒന്നുകൂടെ പറയാം. തണ്ടുകളിൽ നിന്നും തടി നീക്കം ചെയ്യപ്പെടുന്ന പ്രോസസ്സാണിത്. അടുത്തതാണ് റിപ്ലിങ്. റിപ്ലിങ് പരുപരുത്ത ചീപ്പ് പോലെയുള്ള യന്ത്രത്താൽ നാരുകളെ ചീകി വൃത്തിയാക്കുന്ന പ്രോസസ്സാണ്. റിപ്ലിങ് ഒന്നുകൂടെ പറയാം. പരുപരുത്ത ചീപ്പ് പോലെയുള്ള യന്ത്രം കൊണ്ട് നാരുകളെ ചീകി വൃത്തിയാക്കുന്ന പ്രോസസ്സാണ്. അടുത്തത് നമ്മൾ നോക്കുന്നതാണ് റെറ്റിങ്. ഇത് ഈർപ്പം ഉപയോഗിച്ച് പശ നീക്കം ചെയ്യുന്ന പ്രക്രിയയാണിത്. അതായത് ജലത്തിൽ തണ്ടുകൾ മുക്കിയിട്ട് അതിൽ നിന്നും പശ നീക്കം ചെയ്ത് നാരുകളായിട്ട് വേർപെടുത്തുന്ന പ്രക്രിയയാണിത്. അടുത്തത് ലിനൻ്റെ പ്രോസസ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെ പ്രോസസ്സിലൂടെയാണ് ലിനൻ പ്രൊഡക്ഷൻ നടത്തുന്നതെന്ന് നോക്കാം. ഹാർവെസ്റ്റിങ്ങിൽ പരമാവധി നീളത്തിൽ തണ്ടുകൾ മുറിച്ചെടുക്കുന്നു. റെറ്റിങ് ജലത്തിൽ മുക്കി കുതിർത്ത് തണ്ടുകളിൽ നിന്ന് പശ നീക്കം ചെയ്യുന്നു. അടുത്തതാണ് സ്കച്ചിങ്. ഇത് തണ്ടുകളെ ചതച്ച് തണ്ടുകളിൽ നിന്നും തടി നീക്കം ചെയ്യുന്ന പ്രോസസ്സാണ്. ഹാക്ലിങ് നാരുകളെ ചീകി നേരെയാക്കുകയും ചെറിയ നാരുകൾ, വലിയ നാരുകൾ എന്നിങ്ങനെ തരംതിരിക്കുകയും ചെയ്യുന്ന പ്രോസസ്സിങ്ങാണിത്. അടുത്തതാണ് സ്പിന്നിങ്. ഇതിൽ
നാരുകളെ നൂലാക്കി മാറ്റുന്ന പ്രക്രിയയാണ് സ്പിന്നിങ്ങിൽ നടക്കുന്നത്. അടുത്തതാണ് ഡൈയിങ്. ഈ നാരുകളിൽ ചായം പിടിപ്പിക്കുന്ന പ്രക്രിയയാണ് ഡൈയിങ് എന്ന് പറയുന്നത്. വീവിങ്. ഈ ചായം പിടിപ്പിച്ച നൂലുകൾ ഉപയോഗിച്ച് ഫാബ്രിക് ആക്കി മാറ്റുന്ന പ്രക്രിയയ്ക്കാണ് വീവിങ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ലിനൻ തുണിത്തരങ്ങളുടെ പ്രത്യേകതകൾ പരിചയപ്പെടാം. എന്താണ് ലിനൻ തുണിത്തരങ്ങളുടെ പ്രത്യേകതകൾ? ഒന്നാമത്, ലിനൻ തുണിത്തരങ്ങൾ മൃദുവായിരിക്കും. 2, പ്രാണികളുടെ ആക്രമണം അധികം ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഈർപ്പമുള്ളപ്പോൾ ഇതിന് കൂടുതൽ ബലം ഉണ്ടാകുന്നു. ലിനൻ വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ തണുപ്പ് തോന്നിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ വേനൽക്കാല വസ്ത്രം ആയിട്ട് കൂടുതൽ ഇത് ഉപയോഗിക്കുന്നത്. അടുത്തതാണ്, എളുപ്പത്തിൽ നിറം പിടിപ്പിക്കാൻ സാധിക്കുന്നു. അതായത് ലിനൻ തുണികൾ എളുപ്പത്തിൽ ചായം പിടിപ്പിക്കാൻ കഴിയും. ലിനൻ തുണികൾ വേഗം മുറിക്കാൻ സാധിക്കും. ഇത്തരം തുണികൾ തയ്ക്കാൻ വളരെ എളുപ്പമാണ്. ലിനൻ തുണികൾ വേഗം ഇസ്തിരിയിടാം. ലിനൻ തുണികൾ വെള്ളത്തിൽ കുതിർക്കുമ്പോൾ കൂടുതൽ കനം ഉള്ളതായി തീരുന്നു. ഈർപ്പം വലിച്ചെടുക്കാനുള്ള കഴിവ് ഇത്തരം തുണികൾക്ക് കൂടുതലായി ഉണ്ട്. ഗൃഹ അലങ്കാരത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഈർപ്പം വലിച്ചെടുക്കാനുള്ള കഴിവാണ്.